What's happening people, this is Koji Machan and welcome back to another vlog. അപ്പോൾ ഇന്ന് ആഫ്റ്റർ ഫൈനലി 2 months നമ്മളൊരു വണ്ടി റിവ്യൂ ചെയ്യാൻ പോകണമാണ്. വണ്ടി ഏതെന്ന് വെച്ചാൽ RS200 BS6 വേരിയൻ്റാണ്. നമ്മൾ നേരെ ബജാജിൻ്റെ ഷോറൂമിലേക്ക് പോവാണ്. അതുകൊണ്ട് ഇൻട്രോ ഒക്കെ ഞാൻ ഇവിടെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ മോജോ ആയിട്ടാണ് ഇന്ന് പോണേ. അപ്പോൾ അത്യാവശ്യം വെയിലുണ്ട്, മഴയൊക്കെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. യെസ്, അപ്പോൾ നമ്മൾ മുമ്പിൽ ഇരിക്കുന്ന ഏറ്റവും പുതിയ RS200 BS6 വേരിയൻ്റാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളായിട്ട് പറയാനൊന്നുമില്ല. സൗണ്ടിന് കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ BS6 കോംപ്ലൈൻ്റ് ഒരു വണ്ടിയായിട്ടുണ്ട്. അതുകൂടാണ്ട് റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ ചെറിയൊരു മാറ്റമുണ്ട്. എനിക്ക് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല, ബട്ട് സ്റ്റിൽ ചെറിയൊരു മാറ്റമുണ്ട്. വേറൊരു വ്യത്യാസമില്ല വണ്ടിയിൽ. ബാക്കി എല്ലാം തന്നെ സെയിം തന്നെയാണ്. സെയിം ആസ് ദ ഓൾഡ് BS4 RS200. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ നിങ്ങൾക്കറിയാം 2 പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ്, ദാറ്റ് ഏലിയൻ ലുക്ക് അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് DRLസും കാണാം, LED ഇൻഡിക്കേറ്റേഴ്സും. പിന്നെ മിറേഴ്സ് ആയാലും നമ്മുടെ ഹെഡിൻ്റെ ഇവിടെ തന്നെ വന്ന മിറേഴ്സാണ്. മിറേഴ്സ് അത്യാവശ്യം വിസിബിലിറ്റി ഉള്ളൂ, എനിക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല, ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. പിന്നെ ലോ ആൻഡ് RPMൽ കുറച്ച് വൈബ്രേഷൻസും കാര്യങ്ങളും മിററിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യും. സസ്പെൻഷനിലേക്ക് നോക്കാൻ പോയാൽ ഫ്രണ്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. അതുകൂടാണ്ട് ഫ്രണ്ടിലത്തെ ബ്രേക്സ് നോക്കാൻ പോയാൽ 300mm വിത്ത് ഡുവൽ ചാനൽ ABS ആണ്. ഇപ്രാവശ്യം BS6 ഡുവൽ ചാനൽ ABS ആണ്. എനിക്ക് തോന്നുന്നു നവംബർ ഡിസംബർ കഴിഞ്ഞിട്ടുള്ള BS4 വണ്ടികളിലും ഡുവൽ ചാനൽ ABS തന്നെയായിരുന്നു. അപ്പോൾ BS6 വണ്ടികളിലും നമുക്ക് ഡുവൽ ചാനൽ ABS അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ടയർ നോക്കാൻ പോയാൽ MRF നൈലോൺ ഗ്രിപ്പ് സാപ്പർ ടയറാണ് കൊടുത്തേക്കണത്. അത് അതിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും 100/80/17 ആണ് ഇതിൽ ഫ്രണ്ട് ടയർ വന്നേക്കണം. ഇവിടെ നമുക്ക് കാണാം റെഡ് ആയതുകൊണ്ട് ഇവിടെ ഫ്രണ്ട് അലോയിൽ റെഡ് കളറും അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സൈഡിലേക്ക് നോക്കാം. സൈഡിൽ നിന്ന് ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഓരോ പാർട്ടും അവരെടുത്ത് കാണിക്കേണ്ട ഒരു കളർ കോൺട്രാസ്റ്റ്. ഇതിപ്പോൾ ബ്ലാക്ക്, ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫെയറിങ്ങിൻ്റെ ഒരു പ്രൊട്ടക്ടറായിട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ബ്ലാക്ക് കളർ, ഇവിടെ പിന്നെ വേറെ ബ്ലാക്ക്, പിന്നെ റെഡ്, അത് എല്ലാ പാർട്ടും എടുത്ത് കാണിക്കുന്നുണ്ട് ശരിക്കും ഈ ഒരു റെഡ് കളറിൽ. പിന്നെ നമുക്ക് എഞ്ചിൻ സൈഡിലേക്ക് നോക്കാം. എഞ്ചിൻ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും 199.5cc സിംഗിൾ സിലിണ്ടർ ട്രിപ്പിൾ സ്പാർക്ക് DTSI എഞ്ചിനാണ്. അതുകൂടാണ്ട് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. ഇതിൻ്റെ പവർ പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും 24.5 bhp at 9700 RPM, 18.6 Nm ടോർക്ക് at 8000 RPM. അപ്പോൾ ലോവർ എൻഡ് പെർഫോമൻസ് ഇപ്പോഴും കുറവ് തന്നെയാണ്. അതിന് വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല നമുക്ക് ബജാജിൻ്റെ സൈഡിൽ നിന്ന്. പിന്നെ ഈ സൈഡിലൊക്കെ നോക്കാൻ പോയാൽ സെയിം അതേ ഒരു ചെറിയൊരു എക്സോസ്റ്റും കാര്യങ്ങളും അവിടെ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലേക്ക് പോകാം. ബാക്കിൽ നിന്നും ഒരു മാറ്റമില്ല. എല്ലാവർക്കും ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് തോന്നുന്നു ബാക്കിലത്തെ ആ ഒരു ടെയിൽ ലാമ്പ്, അതിനും ഒരു മാറ്റമൊന്നുമില്ല. പിന്നെ അവിടെ ഒരു ഹഗ്ഗറും നമ്മുടെ NSനൊക്കെ പോലെ തന്നെ ഒരു ഹഗ്ഗറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബാക്കിലത്തെ ഡിസ്ക് നോക്കാൻ പോയാൽ 230mm ഡിസ്ക്കാണ് വിത്ത് ബാക്കിൽ നമുക്ക് ABS അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ബാക്കിലത്തെ ടയർ സൈസും എന്ന് പറയുമ്പോഴത്തേക്കും 130/70/17 MRFൻ്റെ നൈലോൺ ഗ്രിപ്പ് എന്ന് പറഞ്ഞ ടയർ തന്നെയാണ് ബാക്കിൽ ഉപയോഗിച്ചേക്കണേ. ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കാൻ പോയാലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ബാക്കിലത്തെ നമുക്ക് മോണോഷോക്ക് സസ്പെൻഷൻ തന്നെയാണ്. സെയിം അഡ്ജസ്റ്റബിൾ ഗ്യാസ് ചാർജ് സസ്പെൻഷൻ തന്നെയാണ് ബാക്കിലും അവൈലബിൾ ആക്കിയേക്കണം. പിന്നെ ഗിയർ ബോക്സ് നോക്കാൻ പോയാൽ 6 സ്പീഡ് ഗിയർ ബോക്സ്, സ്ലിപ്പർ ക്ലച്ച് അപ്ഡേറ്റ്സോ കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. സെയിം ഗിയർ ബോക്സ് തന്നെയാണ്. പിന്നെ നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കാൻ പോയാൽ 157mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസും പ്രൊവൈഡ് ചെയ്തേക്കണം. അപ്പോൾ ബാക്കിയുള്ള കാര്യത്തിലും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, ഒരു വ്യത്യാസങ്ങളും വരുത്തിയിട്ടില്ല. പിന്നെ മെയിൻ വേറൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൻ്റെ സൗണ്ട്. ഇത് കാണുന്നത് നിങ്ങൾക്ക് ഈ സാധനം അതൊരു പുതിയൊരു കാറ്റ് കൺവേർട്ടറാണ്. അത് കൊടുത്ത കാരണം വണ്ടിയുടെ സൗണ്ട് കുറച്ചും കൂടെ ബേസ് കൂടിയിട്ടുണ്ട്, കുറച്ച് ബാസി ഹെവി സൗണ്ട് ആയിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വണ്ടിമേ കയറിയിരിക്കാം. വണ്ടിമേ കയറിയിരിക്കുമ്പോൾ തന്നെ ആദ്യം വണ്ടിയുടെ വെയിറ്റാണ് ഫീൽ ചെയ്യാൻ പോണത്. വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 164 kg ആണ് വണ്ടിയുടെ വെയിറ്റ്. വലിയ വെയിറ്റ് ഒന്നും നമുക്ക് തോന്നില്ല, കുഴപ്പമില്ല, നമുക്ക് ഹാൻഡിൽ ചെയ്ത് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്ത് നടക്കാൻ പറ്റിയൊരു വെയിറ്റാണ്. അതുകൂടാണ്ട് നമ്മുടെ റൈഡിങ് പൊസിഷൻ എന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ സ്ട്രെയിറ്റ് ഇരിക്കണം. ഇതാണ് എൻ്റെ സ്ട്രെയിറ്റ് പൊസിഷൻ. നമ്മളിങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഇങ്ങനെ പിടിക്കാം. ജസ്റ്റ് ഒരു പൊടിക്കൊരു ലീൻ ഫ്രണ്ടിലേക്ക് നമ്മുടെ RS200 ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് കംഫർട്ടബിൾ. നമുക്ക് അത്യാവശ്യം ടൂറിങ് ആയാലും ഡെയിലി യൂസിനായാലും ഈ വണ്ടി നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാം. പിന്നെ സീറ്റ് ഹൈറ്റ് നോക്കുമ്പോൾ 810mm ആണ്. എനിക്ക് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഫുഡ് ആട്ടോ, കാര്യം ഇതിൻ്റെ സീറ്റ് ഇവിടെ നല്ല ഷാർപ്പായിട്ടായിരിക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഫുഡാണ്. പിന്നെ ഇവിടെ ഒരു നൈസായിട്ടൊരു ടാങ്ക് പാഡിങ്ങും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരുന്ന് ടാങ്കിൻ്റെ അടുത്തൊക്കെ ചേർന്ന് നമുക്ക് ഇരുന്ന് വണ്ടി ഓടിക്കാൻ പറ്റുന്നതാണ്. ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 13 ലിറ്റേഴ്സാണ് ടാങ്ക് കപ്പാസിറ്റി. മൈലേജ് ഏകദേശം നമ്മൾ ഓൾമോസ്റ്റ് അത്ര RPM കയറ്റാണ്ടൊക്കെ വണ്ടി ഓടിക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 40-45 റേഞ്ചിൽ നമുക്ക് ഇതിൽ നിന്ന് മൈലേജ് കിട്ടും. ബട്ട് ശരിക്കും നല്ല പവറിൽ വേണം, അല്ലെങ്കിൽ നല്ല RPM കയറ്റി ഓടിക്കുകയാണെങ്കിൽ എന്തായാലും 30-35-40 ആ റേഞ്ചിലേ കിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് മീറ്റർ ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. സെയിം മീറ്ററിലും വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇവിടെ ABS സെൻസർ ഉണ്ട്, ഇത് ടാക്കോമീറ്റർ, ഫ്യൂൽ ഗേജ്, ഓഡോമീറ്ററും കാര്യങ്ങളുണ്ട്. ഇവിടെ ട്രിപ്പ് 1 ട്രിപ്പ് 2 ടൈമും, പിന്നെ ഇവിടെ നമുക്ക് ബാറ്ററിയും നമ്മുടെ ഓയിലും ടെമ്പറേച്ചർ വാർണിംഗ് ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു RPM ഷിഫ്റ്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. സെയിം മീറ്റർ തന്നെയാണ്, അവിടെയും ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല. സ്വിച്ചസൊക്കെ നോക്കാൻ പോയാൽ നമുക്ക് ബാക്ക് ലൈറ്റ് സ്വിച്ചസാണ്, ബ്ലൂ കളറിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, കണ്ടോ ഒരു ബ്ലൂ. അപ്പോൾ സെയിം, അതിനും ഒരു വ്യത്യാസമൊന്നുമില്ല. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം വണ്ടിയുടെ. ഇവിടെയാണ് ഏറ്റവും വലിയ വ്യത്യാസം വന്നേക്കണേ.
കണ്ടോ ആ ഒരു ബാസി നോട്ട്. ശരിക്കും എല്ലാവരും പറഞ്ഞു ഡ്യൂക്ക് 200 പഴയ 200ൻ്റെ ഒരു സൗണ്ട് ഉണ്ട്. ശരിയാണ്, വണ്ടി നമ്മൾ കുറച്ച് ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഡ്യൂക്ക് 200ൻ്റെ പഴയ ഡ്യൂക്ക് 200ൻ്റെ സൗണ്ടും നമുക്കിവിടെ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് സൗണ്ടിന് അത്യാവശ്യം നല്ല ഒരു ഹെവി സൗണ്ട് ആയിട്ടുണ്ട്. അത് നമുക്ക് ഓടിക്കുമ്പോഴായാലും ശരിക്കും ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ ഇനി വണ്ടി ഓടിക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിൻ്റെ റൈഡിങ് പൊസിഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. ജസ്റ്റ് ഒരു ചെറിയൊരു ലീൻ ഫോർവേഡ് ഉണ്ട് ഫ്രണ്ടിലേക്ക്. നമ്മുടെ ഫുഡ് പെക്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ബാക്കിലോട്ടാണ്. അപ്പോൾ കുറച്ച് എന്താ പറയുക, ഒരു സ്പോർട്സ് ടൂറിങ് ആ ഒരു സെറ്റപ്പാന്ന് പറയാൻ വേണേൽ നമുക്ക് ആ ഒരു പൊസിഷനിലാണ് നമ്മൾ ഈ വണ്ടിയിലിരിക്കണേ. അപ്പോൾ ഈ വണ്ടി ശരിക്കും നമുക്കൊരു ഡെയിലി കമ്മ്യൂട്ടർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ടൂറിങ് പേർപ്പസിനാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് ഞാൻ ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പിനെ പറ്റി പറഞ്ഞുതരാം. സസ്പെൻഷൻ സെറ്റപ്പ് എനിക്ക് ഫ്രണ്ട് സസ്പെൻഷൻ അത്യാവശ്യം ഒരു എന്താ പറയുക സോഫ്റ്റ്വെയർ സൈഡായിട്ടാണ് തോന്നിയ കാര്യം. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ചെറിയ ചെറിയ ബംസും അല്ലെങ്കിൽ ചെറിയ ചെറിയ അൺഇവൺ റോഡ്സും കാര്യങ്ങളൊക്കെ നല്ലോണം അബ്സോർബ് ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിലേക്ക് അങ്ങനെ എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഫ്രണ്ട് സസ്പെൻഷൻ അത്യാവശ്യം സോഫ്റ്റ്വെയർ സൈഡിലേക്കാണ്. അപ്പോൾ ബാക്ക് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. കുറച്ച് ഹാർഡാണ് സത്യം പറഞ്ഞാൽ, നമുക്ക് കുറച്ച് ഹാർഡായിട്ടേ തോന്നുള്ളൂ. ശരിക്കും ഇപ്പോൾ എൻ്റെ ബാക്കിൽ ചെറിയ ഇതൊക്കെ ചാടുമ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സീറ്റിൽ. റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല, ബട്ട് ചെറിയൊരു മാറ്റം ഫീൽ ചെയ്യും. അത് ഞാൻ എന്തായാലും ഹൈവേ കയറുമ്പോൾ പറഞ്ഞുതരാം. ശരിക്കും ആ NSൻ്റെ ആ ഒരു മെനൂവറബിലിറ്റി വണ്ടിക്ക് ഉണ്ട്. ശരിക്കും നല്ല രീതിയിൽ ഫ്ലിക്കബിളാണ് വണ്ടി. നമുക്ക് ആ വെയിറ്റ് ഒന്നും തോന്നുന്നില്ല. NS ശരിക്കും അത് NS ഓടിക്കുന്നവർക്കറിയാം നമുക്ക് സിറ്റിയിലൂടെ ഓടിക്കാൻ എന്ത് ഫണ്ണായിട്ടുള്ളൊരു വണ്ടിയാണ്. ഇതും അതേ ഒരു ഫണ്ണുണ്ട്, ബട്ട് കുറച്ച് നമുക്ക് വ്യത്യാസമായിട്ട് തോന്നും. കാര്യം ഫ്രണ്ടിലേക്ക് കുറച്ച് ആ ഫെയറിങ്ങും അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് പുറത്തേക്ക് നിൽക്കണമുണ്ട്. ബാക്കി വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് NSൻ്റെ തന്നെ ആ ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ വണ്ടിക്ക്. ഞാൻ പറഞ്ഞ സൗണ്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. കണ്ടോ ആ ഒരു ഹെവി സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു 6000-7000 RPM, അതായത് ഇതിൻ്റെ ആ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യുമ്പോഴത്തേക്കും ആ വണ്ടിയുടെ സൗണ്ടും ശരിക്കും മാറും. അത് അടിപൊളിയാണ്, നല്ലൊരു ഫീൽ തന്നെയാണ് ആ സംഭവം. RSൻ്റെ ശരിക്കും ഉള്ള ബ്രേക്കിംഗ് തന്നെയാണ്, അതിനും വലിയ വ്യത്യാസമൊന്നുമില്ല. അത്യാവശ്യം നല്ല ഒരു ബ്രേക്കിംഗ് തന്നെ RSനുണ്ട്. പക്ഷേ എനിക്കിതിൻ്റെ ബാക്ക് ബ്രേക്ക് വലിയ ഗുണമായിട്ടൊന്നും തോന്നിയില്ല. ഒരു ആവറേജിന് തൊട്ട് താഴെ നിൽക്കണമെന്ന് പറയാം. ആവറേജ് ബ്രേക്കൊന്നും ഞാൻ പറയാനുള്ള ബാക്ക് ബ്രേക്കിന്. ബട്ട് ഫ്രണ്ട് ബ്രേക്ക് അടിപൊളിയാണ്, അത്യാവശ്യം നല്ല രീതിയിൽ ബൈറ്റ് ഉണ്ട്. നമുക്ക് നല്ലൊരു സ്റ്റോപ്പിംഗ് പവർ തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കമ്പൈൻ ചെയ്ത് പിടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല ഒരു കംഫർട്ടബിളായിട്ട് കിട്ടും. ഇതിൻ്റെ ക്രൂസിങ് സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു 80-90 നല്ല രീതിയിൽ ക്രൂസ് ചെയ്യാം കേട്ടോ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് ക്രൂസ് ചെയ്യാം ഈ വണ്ടിയിൽ. ശരിക്കും നല്ല കംഫർട്ടബിളാണ് സത്യം പറഞ്ഞാൽ ആ ഒരു സ്പീഡ് ഈ വണ്ടിക്ക്. കാര്യം ആ കറക്റ്റ് ഒരു RPM മെയിൻറ്റെയിൻ ചെയ്ത് ഒരു 6000-5000 RPMൽ 80-90 പോകാൻ 6th ഗിയറിൽ ഭയങ്കര സ്മൂത്താണ് വണ്ടി, ഭയങ്കര കംഫർട്ടബിളാണ് വണ്ടി. ഞാൻ പറഞ്ഞു വണ്ടിയുടെ പവറൊക്കെ അറിയണമെങ്കിൽ ഒരു 7000-8000 ആ ഒരു RPM എത്തുമ്പോഴാണ് നമുക്ക് ആ വണ്ടിയിൽ നിന്ന് ചെയ്യുന്നത്. ലോ എൻഡ് പെർഫോമൻസ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇല്ല. RSന് അങ്ങനെ വലിയ കാര്യമായിട്ട് ലോ എൻഡ് പെർഫോമൻസ് നമുക്ക് ലഭിക്കില്ല ഈ വണ്ടിയിൽ നിന്ന്. ശരിക്കും നമുക്ക് കൂടുതലും ഹൈ എൻഡിലേക്കാണ്, അല്ലെങ്കിൽ മിഡ് റേഞ്ച് ആൻഡ് ഹൈ എൻഡ് പെർഫോമൻസ് ആണ് ഈ വണ്ടിക്ക് കൂടുതലും കൊടുക്കണം, അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് കിട്ടണം ഈ വണ്ടിയിൽ നിന്ന്. വൈബ്രേഷൻസ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്യണത് ഹൈ എൻഡ് RPMലാണ്, അല്ലെങ്കിൽ ഹയർ RPMലാണ് എനിക്ക് കൂടുതൽ വൈബ്രേഷൻസ് ഫീൽ ചെയ്യണേ. പിന്നെ ലോവർ RPMൽ എനിക്ക് ഒരു 5000-4000 ആ ഒരു റേഞ്ച് RPMൽ എനിക്ക് ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും ചെറുതായിട്ട്. അത് പക്ഷേ അപ്പോൾ തന്നെ ആ ഒരു നമ്മൾ ആ ഒരു സ്പീഡ് കയറി കഴിയുമ്പോൾ തന്നെ അത് അങ്ങ് പൊക്കോളും, അല്ലെങ്കിൽ ആ ഒരു RPM കഴിയുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യില്ല. പിന്നെ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പിന്നെ കംഫർട്ടബിൾ ആയിരിക്കും. ബട്ട് ആ ഒരു RPMൽ നമുക്ക് ഒരു 4000-5000 RPM ചെറിയൊരു വൈബ്രേഷൻ നമ്മുടെ ഈ ടാങ്കിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് ശരിക്കും ഒരു ഹയർ RPMസിലാണ് നമുക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യുക. ഒരു 7000-8000 RPM ഒക്കെ ആകുമ്പോഴാണ് തിരിച്ച് നമ്മുടെ ഫെയറിങ് സൈഡിൽ നിന്ന് നമുക്ക് വൈബ്രേഷൻസ് ഫീൽ ചെയ്യാം. അപ്പോൾ ഇതിൽ മിസ് ചെയ്യണ ഞാൻ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ എല്ലാവരും പറയണ പോലെ അത് വല്ല അപ്ഡേറ്റ് ആയിട്ട് അവർക്ക് കൊണ്ടുവരായിരുന്നു. പിന്നെ ഞാൻ പ്രതീക്ഷിച്ചു ഒരു സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റിൽ വരാൻ ചാൻസ് ഉണ്ടാവും എന്ന്, ബട്ട് അതും വന്നില്ല. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഒരു പുതിയൊരു വേരിയൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ബജാജിൻ്റെ 200cc സെഗ്മെൻറ്റിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഡോമിനാർ 250 വന്നു, അതൊരു അടിപൊളി വണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ കമ്പാരിസൺ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കമ്പാരിസൺ വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട് വണ്ടികളുടെ. അപ്പോൾ അത് നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. പിന്നെ ഈ വണ്ടിയിൽ ഞാൻ പറയാൻ വിട്ടു എന്നല്ല, എനിക്ക് കാര്യം ഗിയേഴ്സൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു കേട്ടോ. ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഹീറ്റിംഗ് ഇഷ്യൂ ആയാലും അധികം ബ്ലോക്കിലൊന്നും ഓടിക്കാൻ പറ്റിയില്ല, ബട്ട് സ്റ്റിൽ കുഴപ്പം എനിക്കങ്ങനെ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും തോന്നിയില്ല. വണ്ടി കൊണ്ട് നിർത്തിയപ്പോഴും എനിക്ക് കൂടുതൽ
ഹീറ്റ് അടിക്കണ പോലെയൊന്നും തോന്നിയിട്ടില്ല. അങ്ങനത്തെ ഒരു കാര്യവും എനിക്ക് ഈ വണ്ടിയിൽ നിന്ന് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ എളംകുളത്തുള്ള ബജാജിൻ്റെ ഷോറൂമിൽ നിന്നാണ് എനിക്കിന്ന് വണ്ടി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബുക്കിങ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യം കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇവരുടെ നമ്പറിലേക്ക് വിളിച്ചാൽ വണ്ടിയുടെ ഡെലിവറിയും കാര്യങ്ങളും കുറച്ച് ലേറ്റ് ആയിരിക്കും ഇപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ട്. ബട്ട് സ്റ്റിൽ മാക്സിമം പെട്ടെന്ന് തന്നെ നമുക്ക് വണ്ടി ഡെലിവറിയും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ സാധാരണ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മൈ ചാനൽ. ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരും നിങ്ങൾ സ്വന്തം കൊച്ചിനെ ചാനൽ. ബൈ. എവിടെയെങ്കിലും നിങ്ങൾക്ക് തൊട്ടു എന്നൊരു ഡൗട്ട് തോന്നിയ അപ്പോൾ തന്നെ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുക. ഇപ്പോൾ അതാണ് നമ്മുടെ മെയിൻ എയിം. പെട്ടെന്ന് തന്നെ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുക. എന്നിട്ട് ഞാൻ ആ ഗ്ലൗസ് ഇടണേ. എനിക്ക് എവിടെയോ ഞാൻ തൊട്ട ഒരു പേടി.